സ്വന്തം മകനെയും കുടുംബത്തെയും ചുട്ടരിച്ചു കൊന്ന പിതാവ്, 7 വയസ്സുള്ള കുഞ്ഞിനെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ അച്ഛൻ, മദ്യലഹരിയിൽ അമ്മയെ കുത്തിക്കൊന്ന മകൻ, നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മൃതദേഹം ക്വാറിയിൽ ഉപേക്ഷിച്ച അമ്മ. നമ്മുടെ ചില വീടുകളിൽ സംഭവിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് കേട്ടാൽ മനസ്സാക്ഷി മരവിച്ചു പോകും. എന്താണ് കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഉറ്റവരെക്കാൾ പണത്തിനും സ്വത്തിനും ജീവിത സുഖത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്നതാണോ ഈ ദുരന്തങ്ങൾക്ക് കാരണം? സ്വന്തം ചോരയെ കൊലപ്പെടുത്തിയവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയുമോ? ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലയിൽ പിതാവ് ഹമീദിന് തൂക്കുകയറും, കോഴിക്കോട് 7 വയസ്സുകാരിയെ പട്ടിണിക്കിട്ട് കൊന്ന അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തവുമാണ് ശിക്ഷ. ആ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജയിലിൽ മട്ടൻ കറിയും സുഭിക്ഷമായ ഭക്ഷണവും, പിന്നെ സുഖജീവിതം. ഒരാളെ കൊന്നാലും കൂട്ടക്കൊല നടത്തിയാലും ശിക്ഷ ഒരുപോലെ തന്നെ. ജീവപര്യന്തം ലഭിച്ചാൽ അങ്ങനെ ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് ജയിലിൽ സുഖിക്കാമെന്നാണ് ഇടുക്കി ചീനിക്കുഴിയിലെ ഹമീദ് കരുതിയത്. സ്വത്തിനു വേണ്ടി മകനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ ഹമീദ് അങ്ങനെ സുഖിക്കാൻ വരട്ടെ. അയാളുടെ ക്രൂരതയ്ക്ക് നമ്മുടെ നീതിപീഠം വിധിച്ചത് തൂക്കുകയറാണ്. ചീനിക്കുഴിയിൽ ഉറങ്ങിക്കിടന്ന മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും ചുട്ടരിച്ചു കൊന്ന കേസിലാണ് പിതാവ് ഹമീദിന് കോടതി വധശിക്ഷ വിധിച്ചത്. വർഷം നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ശേഷമാണ് ശിക്ഷാവിധി. മകനെയും ഭാര്യയെയും കൊച്ചുമക്കളെയും ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതി വിധിച്ചു. 80 വയസ്സുള്ള പ്രതിയുടെ പ്രായം പോലും പരിഗണിക്കാതെയായിരുന്നു ശിക്ഷാവിധി. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചു. മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. ഈ പ്രതി ഇത് കരുതിക്കൂട്ടി ചെയ്തു എന്ന് തെളിയിക്കുന്ന സാഹചര്യം, അതായത് സംഭവത്തിന് 2 ദിവസം മുമ്പ് പ്രതിയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു 2,20,000 രൂപ ക്യാഷും പിന്നെ കുറേ രേഖകൾ, അവയൊക്കെ അതിൽ 50,000 രൂപ അയാൾക്ക് കിട്ടാനുള്ള ഇതിന് ഒരാൾ കൊടുത്ത ചെക്ക് വരെ അവിടെ കൊണ്ട് സൂക്ഷിച്ചു. കരുതിക്കൂട്ടി മാറ്റി തന്നെയായിരുന്നു എന്നുള്ളത് അല്ലേ? ആ, കരുതിക്കൂട്ടിയാണ്. ഈ വിചാരണ വേളയിൽ ആ 2,20,000 രൂപ അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപയാണെന്ന് കാണിച്ച് ഹർജി ബോധിപ്പിച്ച് ആ രൂപ അദ്ദേഹം വാങ്ങുകയും ചെയ്തു. 2022 മാർച്ച് 19 അർദ്ധരാത്രിയിലാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായ കൂട്ടക്കൊല നടന്നത്. തൊടുപുഴ ചീനിക്കുഴി സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ 16-കാരി മെഹറീൻ, 13 വയസ്സുള്ള അസ്ന എന്നിവരെയാണ് ഹമീദ് കൊലപ്പെടുത്തിയത്. ഹമീദിന്റെ പിതാവ് മക്കാർ കൊച്ചുമകനായ ഫൈസലിന് ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് മകനുമായി നിരന്തരം തർക്കമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്രൂരമായ 4 വധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കേസ് നല്ല രീതിയിൽ പ്രോസിക്യൂട്ടർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി. എല്ലാ രീതിയിലുള്ള എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രതിയുടെ ശരീരത്തിൽ പൊള്ളലുണ്ടായി. ഇവിടെ ശരീരത്തിൽ നിന്ന് നമുക്ക് പെട്രോളിൻ്റെ അംശം കിട്ടി, വസ്ത്രങ്ങളിൽ നിന്ന് കിട്ടിയായിരുന്നു, പിന്നെ മുറിയിൽ നിന്നും കുറച്ച് പെട്രോളിൻ്റെ ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. പിന്നെ സാക്ഷികളെന്ന് പറയുന്ന ഈ കുറ്റം കണ്ടുന്ന 1-ാം സാക്ഷി രാഹുലുണ്ട്. രാഹുലെന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോഴത്തേക്കും ആ ഗ്യാപ്പിന് പുള്ളി 2 കൂടെ കുട്ടി കൊണ്ട് ഇട്ടായിരുന്നു. മകനും കുടുംബവും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടായിരുന്നു ഹമീദ് ഈ ക്രൂരകൃത്യം നടത്തിയത്. ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടി. ജനലിലൂടെയും മേൽക്കൂരയിലൂടെയും പെട്രോൾ ഒഴിച്ചാണ് പ്രതി തീയിട്ടത്. സംഭവ ദിവസം വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ കണക്ഷനും ഹമീദ് വിച്ഛേദിച്ചിരുന്നു. മുറിക്കുള്ളിൽ തീ പടർന്നതോടെ 4 പേരും ശുചിമുറിക്കുള്ളിൽ കയറി കതകടച്ചെങ്കിലും ഹമീദ് അവിടേക്കും ചെറിയ കുപ്പികളിൽ പെട്രോൾ ഒഴിച്ചു. 2 കൈകളിലും മക്കളെ ചേർത്തു പിടിച്ച നിലയിലായിരുന്നു ഫൈസലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഹമീദിന്റെ വഴിവിട്ട ജീവിതശൈലിയെക്കുറിച്ചും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്വത്ത് തർക്കമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് കണ്ടെത്തി.
പ്രതി ഹമീദ് മറ്റ് സഹായങ്ങളില്ലാതെ ഒറ്റയ്ക്ക് കൃത്യം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവിധ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിച്ച ശേഷമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വിധിക്കെതിരെ പ്രതിഭാഗം അഭിഭാഷകൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഞങ്ങൾ വി വിൽ ഗോ ഫോർ അപ്പീൽ, വി വിൽ പ്രൂവ് അവർ ഇന്നസെൻസ്. ഏത് രീതിയിലാണ് ഇന്നസെൻസ് പ്രൂവ് ചെയ്യുന്നത്? കാരണം അവർ കേസ് അതിപ്പോൾ ഞാൻ കോടതി വിധി വായിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഐ നോ മൈ കേസ്, എനിക്ക് എൻ്റെ കേസ് എനിക്കറിയാം. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇന്നസെൻസ് വിൽ ബി പ്രൂവ്ഡ് ഇൻ ദ ഹൈക്കോടതി. കേസിൽ 71 സാക്ഷികളെ വിസ്തരിച്ചു. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കരിമണ്ണൂരിൽ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. താൻ മകനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിയുടെ വാദം. മകൻ വിൽപ്പനയ്ക്കായി എത്തിച്ച ഡീസലും പെട്രോളും കത്തിയെന്നും ഇതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു മൊഴി. എന്നാൽ സാക്ഷികളെ അടക്കം നിരത്തിയുള്ള സമഗ്ര അന്വേഷണത്തിൽ പ്രതി നടത്തിയ കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു. സ്വത്ത് തിരികെ കിട്ടാനായി ഹമീദ് തൊടുപുഴ മുൻസിഫ് കോടതിയിലും ജീവിത ചെലവിനായി പണം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിലും കേസ് ഫയൽ ചെയ്തിരുന്നു. സ്വത്ത് തിരികെ നൽകിയില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നുകളയുമെന്ന് ഹമീദ് ഭീഷണിപ്പെടുത്തിയതായി ഫൈസൽ 2022 ഫെബ്രുവരിയിൽ കരിമണ്ണൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതിനുശേഷമായിരുന്നു നാടിനെ ഒട്ടാകെ നടുക്കിയ ക്രൂരകൃത്യം അരങ്ങേറിയത്. ന്യൂസ് 18 ഇടുക്കി. ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ ശോഷിച്ച് എല്ലും തോലുമായ ശരീരം, വയറ്റിൽ 2 ആഴ്ച മുൻപ് കഴിച്ച പച്ചമാങ്ങ മാത്രം, സ്വന്തം അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയും പട്ടിണി സഹിച്ചും മരണത്തോട് മല്ലടിച്ച ബാല്യം. ആ സഹനത്തിന്റെ പേരാണ് അതിഥി. കോഴിക്കോട് തിരുവമ്പാടിയിലെ 2ാം ക്ലാസ്സുകാരി. 2013 ഏപ്രിൽ 29 അവൾ മരണത്തിന് കീഴടങ്ങിയതോടെയാണ് തട്ടേക്കാട്ടില്ലത്തെ ക്രൂരതകൾ പുറത്തുവന്നത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തും മറ്റും തിളച്ച വെള്ളമൊഴിച്ച പാടുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കരളലിയിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും പ്രതികൾക്കെതിരെ കൊലക്കുറ്റം കണ്ടെത്താൻ കോഴിക്കോട്ടെ വിചാരണ കോടതിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ 12 വർഷത്തിന് ശേഷം അതിഥിക്ക് നീതി ലഭിച്ച ദിവസമാണിത്. കുട്ടിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാനമ്മ റംല ബീഗത്തിനും ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിയാണ് ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിചാരണ കോടതി പ്രതികളെ യഥാക്രമം 3ഉം 2ഉം വർഷം കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചിരുന്നത്. 2013 ഏപ്രിൽ 29 തിരുവമ്പാടി തട്ടേക്കാടില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകൾ അതിഥി മരിച്ചത്. പെൺകുട്ടിയുടെ 10 വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമൊഴി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി. കുട്ടിയെ വധിക്കണമെന്ന ലക്ഷ്യം പ്രതികൾക്ക് ഇല്ലായിരുന്നുവെന്നും അച്ചടക്കത്തിനായി പരിക്കേൽപ്പിക്കുക മാത്രമായിരുന്നു ഉണ്ടായതെന്നുമുള്ള വിചാരണ കോടതിയുടെ വിലയിരുത്തൽ തെറ്റാണെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മെഡിക്കൽ തെളിവുകൾ വിചാരണ കോടതി കണക്കിലെടുത്തില്ല. കൊലക്കുറ്റം തന്നെ നൽകേണ്ടുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. 302 വെറുതെ വിട്ട വിധിക്കെതിരെ സ്റ്റേറ്റ് ഫയൽ ചെയ്ത അപ്പീലിനകത്ത് അത് ഓവർടേൺ ചെയ്ത് ഇപ്പം 302 തന്നെ കൺവിക്ഷൻ കൊടുത്ത് ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്തു. സർക്കാർ മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു. കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് 2 പേർക്കും. പ്രതികൾക്ക് പൊതുവായ ലക്ഷ്യമുണ്ടായിരുന്നു. തെളിവുകൾ വിലയിരുത്തിയതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ആയുധം ഉപയോഗിച്ചും അല്ലാതെയും പരിക്കേൽപ്പിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കണ്ടെത്തിയത്. ബാലനീതി നിയമം ചുമത്തിയതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വിചാരണ കോടതി കുറയ്ക്കുകയായിരുന്നു. വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവെച്ചാൽ നീതിയുടെ നിഷേധമാകുമെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കുട്ടിയുടെ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ചുഴലി കാരണമാണ് കുട്ടി മരിച്ചതെന്ന പ്രതികളുടെ വാദവും കോടതി തള്ളി. കോഴിക്കോട് ബിലാത്തിക്കുളത്ത് കുടുംബം വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് അതിഥി ക്രൂരമായ പീഡനത്തിനിരയായത്. ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ച ശേഷം സുബ്രഹ്മണ്യൻ നമ്പൂതിരി റംല ബീഗത്തെ വിവാഹം കഴിക്കുകയായിരുന്നു. ദേവിക അന്തർജനം എന്ന് പേര് നൽകുകയും ചെയ്തു. തുടർന്നുള്ള നിരന്തര പീഡനങ്ങൾക്കൊടുവിലാണ് അതിഥി കൊല്ലപ്പെടുന്നത്.
കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിക്കുകയും ചികിത്സ നിഷേധിക്കുകയും ചെയ്തു. കുട്ടിയുടെ വയറ്റിൽ ഏറ്റവും ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ന്യൂസ് 18 കൊച്ചി. മികച്ച ജോലിയും ഉയർന്ന സാമ്പത്തിക ശേഷിയും ഒക്കെയുള്ള കുടുംബം. അമ്മ വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥ. മകന് കോസ്റ്റ് ഗാർഡിലും ജോലി. എന്നാൽ വിരമിച്ച ശേഷം മകൻ അജയ്കുമാറിന്റെ പണി മദ്യപാനമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ മൂക്കറ്റം കുടിക്കും. അങ്ങനെ അജയ്കുമാറിന്റെ മദ്യപാനവും പരാക്രമവും കാരണം ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിന്നീട് മദ്യലഹരിയിൽ സ്വന്തം അമ്മയ്ക്കെതിരെയായി അയാളുടെ അതിക്രമം. തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ രാത്രി നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ അമ്മ വിജയകുമാരി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അമിതമായ മദ്യപാനം എതിർത്തതിന്റെ വിരോധത്തിൽ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസിൽ മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാറിനെ അറസ്റ്റ് ചെയ്തു. ഭാര്യയുമായി അകന്ന് കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് അജയ്കുമാർ താമസിച്ചിരുന്നത്. സൈനിക കോട്ടയിൽ ലഭിച്ച മദ്യം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട അജയ്കുമാർ രാത്രി വീണ്ടും മദ്യക്കുപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടഞ്ഞു. വാക്കുതർക്കം രൂക്ഷമായതോടെ അജയ്കുമാർ കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി. വിജയകുമാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പിന്നാലെ ഓടിയ അജയ്കുമാർ വിജയകുമാരിയെ കിണറിന് സമീപത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലും 2 കൈജനബുകളും 2 കാലുകളിലെ ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെ മദ്യക്കുപ്പികൾ എറിയാനും ശ്രമിച്ചെന്നും സമീപവാസികൾ പറഞ്ഞു. തുടർന്ന് നേമം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇയാൾ അങ്ങനെ നടക്കുകയായിരുന്നു ആദ്യം. എന്നിട്ട് ഈ മദ്യം ഇത് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേകം ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രത്യേകം പോലീസ് വന്നു. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാർ ഇതിനു മുൻപും മദ്യപിച്ച് അമ്മയുമായി വഴക്കിട്ടിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഇയാളെ 5 തവണ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. മരിച്ച വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥയായിരുന്നു. വിജയകുമാരിയുടെ ഭർത്താവ് മോഹൻകുമാർ നേരത്തെ മരിച്ചു. കൊലപാതകത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു കുഞ്ഞില്ലാത്തതിന്റെ സങ്കടം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ള നാട്ടിലാണ് കുട്ടികളെ കൊലപ്പെടുത്തുന്ന അമ്മമാരെ കുറിച്ച് കേൾക്കാറുള്ളത്. തൃശൂരിൽ 2 കുട്ടികളുടെ അമ്മയായ യുവതിയാണ് നവജാത ശിശുവിന്റെ മൃതദേഹം ക്വാറിയിൽ തള്ളിയത്. ആറ്റൂർ സ്വദേശിനി സ്വപ്ന പ്രസവശേഷം കുഞ്ഞിനെ ബാഗിലാക്കി ഉപേക്ഷിച്ചതാണ് കണ്ടെത്തൽ. 2 ആഴ്ച കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ക്വാറിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. സംഭവത്തിൽ അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തോടെ മരിച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമിത രക്തസ്രാവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം യുവതി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയിരുന്നു. ഡോക്ടർമാരുടെ പരിശോധനയിലാണ് പ്രസവം നടന്നതായി കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാതെയായതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിലാണ് കുട്ടിയെ ഉപേക്ഷിച്ച കാര്യം സ്വപ്ന സമ്മതിച്ചത്. പാലക്കാട് കൂനത്തറയിലെ ക്വാറിയിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. തുടർന്ന് ചെറുതുരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്വാറിയിൽ നിന്ന് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി.
2 കുട്ടികളുടെ അമ്മയായ 37കാരി 8ാം മാസം ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കി. കുടുംബ പ്രശ്നങ്ങളായിരുന്നു കാരണം. ദിവസങ്ങൾക്ക് മുമ്പ് യുവതി ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചിരുന്നു. മരുന്ന് കഴിച്ച് 2 ദിവസത്തിന് ശേഷമാണ് പ്രസവിച്ചത്. ആറ്റൂർ ഭഗവതിക്കുന്നിലെ വീട്ടിലെ ശുചിമുറിയിലാണ് യുവതി പ്രസവിച്ചത്. തുടർന്ന് ശിശുവിനെ ഒരു സഞ്ചിയിലാക്കി സൂക്ഷിച്ചു. പിന്നീട് ഇതുമായി യുവതി കൂനത്തറയിലെ സ്വന്തം വീട്ടിലെത്തി. കയ്യിൽ കരുതിയ കവറിൽ രക്തം പുരണ്ട വേസ്റ്റ് തുണികൾ ആണെന്ന് ധരിപ്പിക്കുകയും ബന്ധുക്കളോട് അത് ഉപേക്ഷിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്തു. സഞ്ചിയിൽ നവജാത ശിശു ഉണ്ടെന്ന വിവരം അറിയാതെ യുവതിയുടെ സഹോദരനാണ് ഇത് സമീപത്തെ ക്വാറിയിൽ ഉപേക്ഷിച്ചത് എന്നാണ് വിവരം. രക്തസ്രാവം നിലയ്ക്കാതെ വന്നതോടെ യുവതിയുടെ ആരോഗ്യനില വഷളായി. ഗത്യന്തരമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. യുവതിക്കെതിരെ കേസെടുത്ത പോലീസ് ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഇവരുടെ മൊഴിയെടുക്കും. പ്രസവ സമയത്ത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ എന്ന കാര്യം പരിശോധിക്കുകയാണ് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഇക്കാര്യം വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ, പാലക്കാട്. ഭാര്യയ്ക്ക് ചെകുത്താൻ കൂടിയെന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുന്ന ഭർത്താവ്. ബാധ ഒഴിപ്പിക്കാൻ ഉസ്താദ് കൊടുത്തുവിട്ട തകിടും ഭസ്മവും ഉപയോഗിച്ച് ആഭിചാരത്തിന് ശ്രമം. പിന്നീട് മുടിയൊക്കെ അഴിച്ച് വീടിന്റെ മുറ്റത്തിരിക്കാൻ നിർദ്ദേശം. എതിർത്തപ്പോൾ ഭാര്യയുടെ മുഖത്തും ശരീരത്തും തിളച്ച മീൻകറി ഒഴിച്ചുള്ള ക്രൂരത. കൊല്ലം ആയൂരിലാണ് ഉസ്താദ് മന്ത്രിച്ചു നൽകിയ ഏലസ് ധരിക്കാത്തതിന് വീട്ടമ്മയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളിച്ചത്. സാരമായി പൊള്ളലേറ്റ ആയൂർ സ്വദേശിനി റജില ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഭർത്താവ് സജീറിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. കുറച്ചു നാളുകളായി റജിലയുടെ ദേഹത്ത് ജിന്നു കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചലേറത്തുള്ള ഉസ്താദിന്റെ അടുത്ത് റജിലയെ സജീർ കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ ദിവസം ഭസ്മവും തകിടും കൊണ്ടുവന്ന സജീർ റജിലയോട് മുടിയഴിച്ച് കുനിഞ്ഞിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാതെ വന്നതോടെ വഴക്കായി. ഇതിന്റെ വൈരാഗ്യത്തിൽ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി സജീർ റജിലയുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു. ചൂടുപാത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങോട്ട് പറഞ്ഞത് തട്ടിയത് ഒരുമിച്ചായിരുന്നു. എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല. മാറാൻ സമയം കിട്ടിയെങ്കിൽ ഒരു സെക്കൻഡോട് ഞാൻ മാറിയില്ല. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. അന്നേരം അദ്ദേഹം വേണമെങ്കിൽ അത് ദേഷ്യം കൂടി തട്ടിയത് ഇടത് സൈഡിലോട് തട്ടായിരുന്നു. തട്ടി അവിടെ വാഷ് ബേസും അടുപ്പും കാര്യങ്ങളും ഒക്കെ കറിയെല്ലാം അവിടെ ചൂടോടെ ചൂട് കറിയില്ലേ വീണിട്ട് പാത്രം വന്ന് തിരിച്ചടിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് വലത്തോട് തട്ടിയപ്പോൾ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ തട്ടിയേ അപ്പോൾ അത് കറക്റ്റ് മുഖത്ത് തന്നെ. ഇന്നലെ ഈ കണ്ണി വീണാണെന്ന് തോന്നിയാൽ കണ്ണി ഞാൻ കൊണ്ടുപോയി പൈപ്പ് വെള്ളം അടിച്ചിങ്ങനെ കഴുകിയപ്പോൾ വലിയ കാര്യങ്ങളും ഇതുമെല്ലാം അതിനെപ്പറ്റി ആ മുന്നേ നടന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചതാണ്. ഇങ്ങനെയൊക്കെ ഓരോന്ന് 10 വട്ടം പറയുമ്പോൾ ഒരു വട്ടമൊക്കെ ഞാനും മറുപടിയൊക്കെ പറയും. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് റജിലയെ ആദ്യം ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. റജിലയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റിട്ടുണ്ട്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് ഭർത്താവ് സജീറിനെതിരെ കേസെടുത്തു. സ്ത്രീകൾക്കെതിരായ ശാരീരിക അതിക്രമം, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ചടയമംഗലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ്
ന്യൂസ് 18 കൊട്ടാരക്കര. പട്ടാപ്പകൽ പോലും പൊതുസ്ഥലത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത നാടാണിത്. എവിടെയും അക്രമി പതിയിരിക്കുന്നുണ്ട്. 2 വർഷം മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്ത് 15-കാരിയെ പീഡിപ്പിച്ച കേസ് ഏറെ ഭയത്തോടെയാണ് നമ്മൾ കേട്ടത്. പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 18 വർഷം കഠിന തടവ് ശിക്ഷ. പ്രതി ബോംബെ ഷമീർ എന്ന ഷമീർ 90,000 രൂപ പിഴയും ഒടുക്കണമെന്നാണ് തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി. ഫെബ്രുവരി 24 രാത്രി 8-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചേച്ചി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായതിനാൽ 15-കാരി സഹായിക്കാൻ വന്നതായിരുന്നു. കുട്ടി മെഡിക്കൽ കോളേജിന് പുറത്ത് സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഷമീർ മൊബൈൽ ഫോൺ നമ്പർ ചോദിച്ചു. കുട്ടി നൽകാതിരുന്നപ്പോൾ കയ്യിൽ പിടിച്ച് ഫോൺ പിടിച്ചു വാങ്ങി. പ്രതിയുടെ നമ്പറിലേക്ക് വിളിച്ച് നമ്പർ കരസ്ഥമാക്കി. തുടർന്ന് കുട്ടിയും അമ്മൂമ്മയും കൂടി സെക്യൂരിറ്റി ഓഫീസിൽ പരാതിപ്പെട്ടു. ഈ സമയം പ്രതി കുട്ടിയെ വിളിച്ച് പുറത്തു വരാൻ പറഞ്ഞു. തന്റെ കയ്യിൽ പിടിച്ചത് ചോദിക്കാനായി അടുത്തേക്ക് പോയപ്പോൾ കുട്ടിയെ ഓട്ടോയ്ക്കുള്ളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഓട്ടോയ്ക്കുള്ളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. കുട്ടി നിലവിളിച്ചപ്പോൾ അതുവഴി ബൈക്കിൽ വന്ന 2 പേർ ഇത് കണ്ടു. അവർ ബൈക്ക് നിർത്തിയപ്പോൾ പ്രതി ഓട്ടോ എടുത്ത് കുട്ടിയുമായി കടന്നു. ബൈക്കിലുള്ളവർ കുട്ടിയെ രക്ഷപ്പെടാൻ ഓട്ടോയെ പിന്തുടർന്നു. ഇതിനിടെ ഇവരിലൊരാൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ബൈക്ക് പിന്തുടരുന്നത് കണ്ട് പ്രതി കുട്ടിയെ തമ്പാനൂരിൽ ഇറക്കിവിട്ട് ഓട്ടോയിൽ രക്ഷപ്പെടുകയായിരുന്നു. കേസിൽ പ്രതി ബോംബെ ഷമീർ എന്ന ഷമീറിനെ 18 വർഷം കഠിന തടവിനും 90,000 രൂപ പിഴയടയ്ക്കാനുമാണ് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർള ശിക്ഷിച്ചത്. കുട്ടിക്ക് പിഴ തുക നൽകാനും സർക്കാർ നഷ്ടപരിഹാരവും നൽകണമെന്ന് വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ ഹാജരായി. മെഡിക്കൽ കോളേജ് CI P ഹരിലാൽ, SI AL പ്രിയ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു കൊലപാതകമോ മോഷണമോ നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും പലയിടങ്ങളിലും എല്ലാം കാണുന്ന ഒരാളുണ്ടാകും. ഒരിക്കലും പിടിക്കപ്പെടുമെന്ന് കരുതിയാലും തെളിവുകൾ എന്തെങ്കിലും ബാക്കി കാണും. ബംഗളൂരുവിൽ ബൈക്ക് യാത്രക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ മലയാളി യുവാവിന്റെ ക്രൂരത പുറത്തുവന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. ഭക്ഷണം വിതരണ ജീവനക്കാരനായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ കളരിപ്പയറ്റ് പരിശീലകൻ മനോജ് കുമാർ, ഭാര്യ ആരതി ശർമ്മ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയെങ്കിലും CCTVയിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ബൈക്ക് കാറിന്റെ കണ്ണാടിയിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കുട്ടനഹള്ളി ശ്രീരാമ ലേഔട്ടിൽ ഒക്ടോബർ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സുഹൃത്തായ വരുണിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ദർശൻ എന്ന യുവാവ്. ഇതേ പാതയിൽ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ദമ്പതിമാർ. ഇവരുടെ കാറിന്റെ കണ്ണാടിയിൽ ബൈക്ക് തട്ടിയതിനെ തുടർന്ന് ചെറിയ തർക്കമുടലെടുത്തു. തർക്കത്തിനൊടുവിൽ ക്ഷമാപണം നടത്തിയ ദർശൻ ഭക്ഷണ വിതരണത്തിനായി പോയി. എന്നാൽ രോഷാകുലരായ ദമ്പതിമാർ ബൈക്ക് യാത്രക്കാരായ വരുണിനെയും ദർശനെയും ഏകദേശം 2 കിലോമീറ്ററോളം പിന്തുടർന്ന് കാറിടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം ഉടൻ തന്നെ ദമ്പതിമാർ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. നാട്ടുകാർ ദർശനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദർശന്റെ സഹോദരി JP നഗർ ട്രാഫിക് പോലീസിൽ പരാതി നൽകി. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അപകടത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് ബൈക്ക് യാത്രക്കാരനുമായി ദമ്പതിമാർ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. ബൈക്കിലിടിച്ചപ്പോൾ ഇളകി വീണ കാറിന്റെ ചില ഭാഗങ്ങളെടുക്കാനായി ഇരുവരും തിരികെ സ്ഥലത്തെത്തിയതും CCTVയിൽ പതിഞ്ഞിരുന്നു. ആദ്യ തവണ ബൈക്കിലിടിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ കാർ U-ടേൺ എടുത്തു വന്ന് വീണ്ടും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദമ്പതിമാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്.
ന്യൂസ് 18 ബംഗളൂരു. മുംബൈ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ 3 മണിക്കൂർ കുട്ടികളെ ബന്ദികളാക്കിയുള്ള നാടകം. ഒടുവിൽ അക്രമിയെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ മുംബൈ പോലീസ് കുട്ടികളെ സാഹസികമായി രക്ഷപ്പെടുത്തി. പട്ടാപ്പകലാണ് 20 കുട്ടികളെ ബന്ദികളാക്കി യുവാവ് ഭീഷണി മുഴക്കിയത്. ജോലി ചെയ്ത പണം കിട്ടാനുണ്ടെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കണമെന്നും പറഞ്ഞായിരുന്നു രോഹിത് ആര്യ എന്ന ചെറുപ്പക്കാരൻ ഈ പരാക്രമം കാട്ടിയത്. അണുന നീക്കം പൊളിഞ്ഞതോടെ കുളിമുറിയുടെ ഗ്രിൽ തകർത്ത് പോലീസിന്റെ അതിവേഗ ഓപ്പറേഷൻ. പോലീസും അഗ്നിരക്ഷാസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് സിനിമയെ വെല്ലുന്ന ത്രില്ലർ ക്ലൈമാക്സ്. മുംബൈ പൊവായ് മേഖലയിലുള്ള ആർ എസ് സ്റ്റുഡിയോയിലായിരുന്നു 20 കുട്ടികളെ ബന്ദികളാക്കി യുവാവിന്റെ ഭീഷണി നാടകം. സിനിമയുടെ ഒഡീഷൻ എന്ന പേരിലാണ് ഇയാൾ 100ഓളം കുട്ടികളെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിൽ 80 പേരെ പറഞ്ഞയച്ച ശേഷമാണ് രോഹിത് ആര്യ എന്നയാൾ 20 പേരെ പൂട്ടിയിട്ടത്. തുടർന്ന് ഇയാൾ ഒരു വീഡിയോ സന്ദേശം സമൂഹമാധ്യമം വഴി പുറത്തുവിട്ടു. താനൊരു തീവ്രവാദിയല്ല, തനിക്ക് ചിലരോട് സംസാരിക്കാനുണ്ട്, കൃത്യമായ മറുപടി ലഭിക്കണം, ആത്മഹത്യ ചെയ്യുന്നതിന് പകരമായാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് എത്തിയതെന്നും ഇയാൾ പറഞ്ഞു. പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ കെട്ടിടത്തിന് തീയിടുമെന്നും രോഹിത് ആര്യ ഭീഷണി മുഴക്കി. मैं रोहित आर्या, सुसाइड करने की जगह मैंने एक प्लान बनाया और कुछ बच्चों को इधर हॉस्टेज रखा है. मेरे कुछ ज़्यादा डिमांड्स नहीं है, बहुत सिंपल डिमांड्स है, बहुत मॉरल डिमांड्स है, बहुत एथिकल डिमांड्स है. और मेरे कुछ सवाल है, मुझे कुछ लोगों से बात करनी है, उनको सवाल पूछने हैं, उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है. लेकिन मुझे ये जवाब चाहिए, मुझे दूसरा कुछ नहीं चाहिए. ना मैं टेररिस्ट हूँ, ना मेरी बहुत बड़ी पैसों की डिमांड है, कुछ भी पैसों की डिमांड तो है ही नहीं, इमोरल तो बिल्कुल भी नहीं है. सिंपल कन्वर्सेशंस करने हैं और जिसके लिए मैं इन बच्चों को हॉस्टेज लिया है. ये मैंने एक प्लान के तहत ही हॉस्टेज लिया है. लेट्स चेंज 4 मैं सच में करने वाला हूँ. अगर जिंदा रहा तो मैं करूँगा, अगर मैं मर गया तो कोई और करेगा, लेकिन होगा ज़रूर. इन्हीं बच्चों के साथ होगा अगर इनको हार्म नहीं होता है तो, बिकॉज द स्लाइटेस्ट रॉन्ग मूव फ्रॉम योर एंड. കെട്ടിടത്തിലെ ശുചിമുറിയുടെ ജനാല പൊളിച്ചാണ് പോലീസും അഗ്നിരക്ഷാസേനയും അടങ്ങുന്ന സംഘം അകത്തേക്ക് കടന്നത്. ഉടൻ തന്നെ ഇവർ രോഹിതിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇയാൾ കയ്യിലുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ച് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് തിരിച്ചു വെടിവെച്ചതോടെയാണ് രോഹിത് കൊല്ലപ്പെട്ടത്. ബന്ദികളായ 20 കുട്ടികളെയും പോലീസ് സുരക്ഷിതമായി മോചിപ്പിച്ചു. നാഗ്പൂരിൽ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് ഇയാൾ കുട്ടികളെ ബന്ദികളാക്കിയതെന്നാണ് വിവരം. സംഭവത്തെപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലയാള സിനിമയിലെ പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ലഹരി പുകയുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരുമല്ല, സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ്. താരങ്ങൾ മുതൽ അണിയറ പ്രവർത്തകർ വരെയും നീണ്ടു നിൽക്കുന്നതാണ് സിനിമയിലെ ലഹരി മാഫിയ. കൊച്ചിയിൽ രാസലഹരിയുമായി എക്സൈസിന്റെ വലയിലായത് 2 സിനിമാ പ്രവർത്തകരാണ്. മെറി ബോയ്സ് എന്ന സിനിമയുടെ ആർട്ട് വർക്കർമാരായ രതീഷ്, നിഖിൽ എന്നിവർ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുടുങ്ങിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാടിന് സമീപത്തെ ലോഡ്ജിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 2 അംഗ സംഘം പിടിയിലായത്. ഇവരിൽ നിന്ന് 2 ഗ്രാമിലധികം MDMAയും 6 ഗ്രാമിലധികം കഞ്ചാവും കണ്ടെടുത്തു. സിനിമയിലെ ആർട്ട് വർക്കർമാരാണ് പിടിയിലായ നിഖിലും രതീഷും. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രം മെറി ബോയ്സിൽ ഇവർ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അതിനിടെയാണ് ഇവരിൽ നിന്ന് രാസലഹരി കണ്ടെടുത്തത്. ഇവർ രാസലഹരി ഉപയോഗിക്കുന്നവരാണോ അതോ ഇടപാടുകാരാണോ എന്ന് എക്സൈസ് വിശദമായി അന്വേഷിക്കുന്നു. വിൽപ്പനയ്ക്കായി ഇത് കൈവശം സൂക്ഷിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ആരാണ് ഇവർക്ക് ലഹരി കൈമാറിയതെന്ന് കണ്ടെത്താനും അന്വേഷണം എക്സൈസ് ഊർജിതമാക്കി.
ന്യൂജൻ സിനിമകളുടെ സെറ്റുകളിൽ പലപ്പോഴും ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ സിനിമാ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുമെന്നാണ് എക്സൈസ് നൽകുന്ന സൂചന. ന്യൂസ് 18 കൊച്ചി. വിദേശ ഷോകളും പാട്ടുകളും ഒക്കെയായി ആഘോഷിച്ച് നടന്ന റാപ്പർ വേടന്റെ ജീവിതം തകിടം മറിച്ചത് കേസുകളുടെ പരമ്പരയാണ്. ആദ്യം ലഹരി കേസും പുലിപ്പല്ല് വിവാദവും, പിന്നാലെ പീഡന പരാതി. കേസുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നതോടെ അങ്ങനെ പല ഷോകളും മുടങ്ങി. ഒടുവിൽ വേടന് ആശ്വാസകരമായ വിധി വന്നിരിക്കുന്നു. ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ചെന്ന കേസിൽ വേടന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ്. സംസ്ഥാനം വിട്ടുപോകരുത്, എല്ലാ ഞായറാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ ഹാജരാകണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകളിലാണ് ഹൈക്കോടതി ഇളവ് അനുവദിച്ചത്. എറണാകുളം സെഷൻസ് കോടതിയുടെ ജാമ്യവ്യവസ്ഥയിൽ വേടൻ കേരളം വിട്ടുപോകാൻ പാടില്ല എന്നുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. പ്രധാനമായും ഈ വ്യവസ്ഥകളിലാണ് ഹൈക്കോടതി ഇളവ് നൽകിയത്. രാജ്യം വിട്ടുപോകുമ്പോൾ പോലീസിനെ അറിയിക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും ഉത്തരവിലുണ്ട്. വിദേശ പര്യടനത്തിനാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ മാസം മുതൽ ഡിസംബർ വരെ ശ്രീലങ്ക, ദുബായ്, ഖത്തർ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് വേടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചുവരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കേസിലെ ജാമ്യവ്യവസ്ഥയിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. സ്വർണത്തിന് റെക്കോർഡ് വിലയായതോടെ കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ്. ആയുധങ്ങളും കയ്യിൽ കരുതിയാണ് മോഷണത്തിനിറങ്ങുന്നത്. തിരുവനന്തപുരം പള്ളിക്കലിൽ വീട്ടിൽ ആയുധവുമായി അതിക്രമിച്ചു കയറിയ സംഘം സ്വർണവും പണവും കൊള്ളയടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് പള്ളിക്കൽ സ്വദേശി ഗോപിയുടെ വീട്ടിലായിരുന്നു കവർച്ച. കേസിൽ 7 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതികളാണ് പിടിയിലായ സംഘം. പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി സ്വദേശി വേടൻ ബൈജു എന്ന ബൈജു, വർക്കല രാമന്തളി സ്വദേശി അൻസിൽ, കാട്ടുപുതുശ്ശേരി സ്വദേശി സബീന, കടക്കാവൂർ സ്വദേശി അനീഷ്, കൊല്ലം മീനാട് സ്വദേശി ഷിബു, കൊട്ടിയം ആദിച്ചനല്ലൂർ സ്വദേശികളായ നിസാർ, സിയാദ് എന്നിവരെയാണ് പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 25-ന് രാത്രി 7-ന് പള്ളിക്കൽ മുക്കങ്കോട് ചാവരുവച്ച സ്വദേശി ഗോപിയുടെ വീട്ടിലായിരുന്നു കവർച്ച. വീടിന്റെ തുറന്നുകിടന്ന അടുക്കളവാതിൽ വഴി 1-2 പ്രതികൾ കയ്യിൽ കത്തിയുമായി അകത്ത് കടന്ന ശേഷം ഹാളിൽ TV കണ്ടുകൊണ്ടിരുന്ന ഗോപിയുടെ മൂക്കും വായയും പൊത്തിപ്പിടിച്ച് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ അവശനായ ഗോപിയുടെ കഴുത്തിൽ കത്തിവെച്ച ശേഷം 1 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന സ്വർണമാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. മുറിയിലുണ്ടായിരുന്ന പണവും മറ്റും എടുത്താണ് സംഘം സ്ഥലം വിട്ടത്. ഗോപിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തിയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പിടികൂടിയത്. 9 പ്രതികളുണ്ട്. 7 പ്രതികളെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നപ്പോൾ അവരെ നമ്മൾ ഈ കേസിലേക്ക് മാറ്റി. ഈ ബൈജുവിനെ കണ്ടിട്ടുണ്ട്, ബൈജുവിനെ അറിയാം. ബൈജുവിനെ ഗോപി കൃത്യമായിട്ടും മുഖം മനസ്സിലാക്കിയത്. അപ്പോൾ ഗോപി പരാതി പറയുന്ന സമയത്ത് തന്നെ ബൈജുവിനെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബൈജുവിൻ്റെ കൂടെ ഉള്ള ആളിനെ ഗോപിക്ക് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. അയാളുടെ ശരീരഭാഷം ഒക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഈ ബൈജുവിനെയും സബീനെയും കേന്ദ്രീകരിച്ചാണ് നമ്മൾ ആദ്യം അന്വേഷണം നടത്തിയത്. അങ്ങനെ സബീനയുടെ കോൾ ഡീറ്റെയിൽസുകളും മറ്റും പരിശോധിച്ചാണ് ഈ അൻസിലിലേക്ക് നമ്മൾ എത്തുന്നത്. പൊട്ടിച്ചെടുത്ത സ്വർണമാലയും ചുട്ടിയും സംഘത്തിലെ 2-3 പ്രതികളായ സബീനയും അനീഷും ചേർന്ന് ആറ്റിങ്ങലിലുള്ള ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയിരുന്നു. ഈ ആഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. ബൈജു പള്ളിക്കൽ സ്റ്റേഷനിലെ റൌഡി ഹിറ്റ് ലിസ്റ്റിലുണ്ട്. അൻസിൽ കടക്കാവൂർ സ്റ്റേഷനിൽ വധശ്രമ കേസിലെ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 ആറ്റിങ്ങൽ. ഉപജീവനത്തിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി തൊഴിലാളികളാണ് കേരളത്തിൽ താമസിക്കുന്നത്. ചിലപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ പല സംഘർഷങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും വഴിമാറാറുണ്ട്. അത്തരമൊരു സംഭവമാണ് കൊല്ലം കൊട്ടിയത്തുണ്ടായത്. ബംഗാൾ സ്വദേശികളെ ആക്രമിക്കാനായി മലയാളികൾക്ക് കൊട്ടേഷൻ നൽകിയ അസം സ്വദേശിയെ പോലീസ് സാഹസികമായി പിടികൂടി. ബംഗാൾ സ്വദേശികൾ താമസിക്കുന്ന സ്ഥലത്ത് അതിക്രമിച്ചു കയറിയ കൊട്ടേഷൻ സംഘം അവരെ മർദ്ദിക്കുകയും മൊബൈൽ ഫോണുകളും പണവും കവരുകയും ചെയ്തെന്ന കേസിലാണ് നടപടി. അസമിലെ മരീഗാവ് കച്ചാരിബോറി സ്വദേശിയായ റോഷി ദുൽഹക് ആണ് ആക്രമണത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരൻ. കൊട്ടിയം മാടൻനട സ്വദേശി ഷൈൻ എന്ന ആളിന് ഇയാൾ വ്യക്തിവിരോധത്തെ തുടർന്ന് കൊട്ടേഷൻ നൽകുകയായിരുന്നു. ബംഗാൾ സ്വദേശികൾ താമസിക്കുന്നയിടത്ത് ആക്രമിക്കാനെത്തിയ കൊട്ടേഷൻ സംഘം തെറ്റിദ്ധരിച്ച് മറ്റൊരു വീട്ടിൽ കയറി താമസക്കാരായ ബംഗാൾ സ്വദേശികളെ മർദ്ദിക്കുകയും മൊബൈൽ ഫോണുകളും പണവും കവരുകയും ചെയ്തു. 2 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ കൊട്ടിയം പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തുകയും 5 പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്യുകയും ആയിരുന്നു. 1-ാം പ്രതി ഷൈനിന്റെ മൊഴിയിലാണ് റോഷി ദുൽഹക് ആണ് കൊട്ടേഷൻ നൽകിയത് എന്ന് വ്യക്തമായത്. സംഭവത്തിന് ശേഷം ഇയാൾ കോഴിക്കോട് ഒളിവിൽ കഴിയുകയായിരുന്നു. അവിടെ സുഹൃത്തിനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞ റോഷി ദുൽഹക് മോചിതനായതിനെ തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് താമസിച്ചിരുന്നത്. ഇയാൾ കോഴിക്കോടുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SIമാരായ നിതിൻ നളൻ, അനിൽകുമാർ, CPOമാരായ അരുൺ, വിനോദ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചി പള്ളിമുക്കിൽ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് 3.5 കോടി രൂപ തട്ടിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ നീക്കം ശക്തമാക്കി. കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി കിഷോർ കുമാറാണ് ഒടുവിൽ പിടിയിലായത്. റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ ഉടമയുടെ വിശ്വസ്തൻ എന്ന വ്യാജേന ഒപ്പം കൂടിയാണ് പ്രതിയും കൂട്ടാളികളും കോടികൾ അടിച്ചുമാറ്റിയത്. എറണാകുളം സൗത്ത് പോലീസാണ് തിരുവനന്തപുരം സ്വദേശി കിഷോർ കുമാറിനെ പിടികൂടിയത്. എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇയാളും കൂട്ടാളികളും ചേർന്ന് പണം തട്ടിയത്. കേസിലാകെ 13 പ്രതികളാണ് ഉള്ളത്. കിഷോർ കുമാറിന്റെ അടക്കം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു പോലീസ് തിരുവനന്തപുരത്തു നിന്നും ഇയാളെ പിടികൂടിയത്. കേസിൽ മുൻപ് പിടിയിലായ കൂട്ടുപ്രതി സുജിത്ത് ഇപ്പോഴും റിമാൻഡിലാണ്. എംപയർ ഓവർസീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കമ്പനിയിലേക്ക് വന്ന കസ്റ്റമർമാരുടെ പണം സ്വന്തം അക്കൗണ്ടിലേക്കും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടുകളിലേക്കും മാറ്റിയതായി വ്യക്തമായി. ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പാണിതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. എംപയർ ഓവർസീസിലെ മുൻ ജീവനക്കാരായ 13 പേർ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഇവർ എംപയർ എന്ന പേരിന് സമാനമായ രീതിയിൽ എംപയർ CGI, ഫ്ലൈവിസ് ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നിങ്ങനെ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. മറ്റൊരു പ്രതി സുജിത്ത് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊരുങ്ങുകയാണ് SIT. ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് 2019 മുതൽ 2025 വരെയുള്ള ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. അതിനിടെ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. ഇനി വീഡിയോ കോൺഫറൻസ് വഴി
പോറ്റിയെ വെള്ളിയാഴ്ച റാന്നി കോടതിയിൽ ഹാജരാക്കും. പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. പതിമൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടില്ല. ഇതോടെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. വെള്ളിയാഴ്ച വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കും. വീഡിയോ കോൺഫറൻസ് മുഖേനയായിരിക്കും പ്രതിയെ ഹാജരാക്കുക. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലായത്. കട്ടളപ്പാളിയിൽ നിന്നും സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. പോറ്റിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി നവംബർ 3-ന് SIT കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിക്കും. മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധിയും വെള്ളിയാഴ്ച അവസാനിക്കുകയാണ്. അതിനാൽ ഇയാളെയും റാന്നി കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ SIT കോടതിയിൽ അപേക്ഷ നൽകാനാണ് സാധ്യത. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അന്വേഷണ സംഘം വീണ്ടെടുത്ത സ്വർണവും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനിടെ ADGP H. വെങ്കടേഷിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് നിക്ഷേപകരെ വഞ്ചിച്ചു മുങ്ങിയ നിധി കമ്പനി ഉടമയെ തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൈക്കാട് പ്രവർത്തിച്ചിരുന്ന ഗോൾഡൻ വാലി നിധി എന്ന സ്ഥാപനത്തിന്റെ ഉടമ നേമം സ്വദേശി താരാകൃഷ്ണൻ എന്ന M. താരയെയാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. കേസിലെ രണ്ടാം പ്രതിയും തൈക്കാട് ശാഖ മാനേജിംഗ് ഡയറക്ടറുമായ എറണാകുളം കടവന്ത്ര സ്വദേശി KT തോമസിനും മറ്റു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. കൊല്ലം കടക്കരയിൽ 15 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കൊട്ടാരക്കര ഡാൻസ് അപ്പ് സംഘത്തിന്റെ പിടിയിലായത് കടക്കൽ സ്വദേശി അജുഷ് അശോകൻ. സൈബർ തട്ടിപ്പ് തടയാനുള്ള ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ എറണാകുളം റൂറൽ ജില്ലയിൽ 43 പേർ അറസ്റ്റിൽ. മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായത് അജ്നാസ്, സജാദ്, അർഷാദ്, മുസ്തഫ ദാവൂദ്, ഷെഫീസ്, മുഹമ്മദ് റിസ്വാൻ, മുഹമ്മദ് ഷമീം എന്നിവർ. ശ്രീമൂലനഗരം സ്വദേശി അനീഷിനെ കാലടി പോലീസും അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ട്രെൻഡിംഗ് തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ എറണാകുളത്ത് ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് പെരുമ്പാവൂർ വെങ്ങോല സ്വദേശി ആഷിഖ്. പാലക്കാട് KSRTC സ്റ്റാൻഡിന് സമീപത്തു നിന്ന് കൊല്ലം സ്വദേശിയായ നൃത്ത അധ്യാപകനെ മർദ്ദിച്ച് സ്വർണ്ണമാലയും പണവും കവർന്ന സംഘം പിടിയിൽ. പിടിയിലായത് മേപ്രമ്പ് സ്വദേശി റമീസ്, കൽമണ്ഡപം സ്വദേശി നവീൻ കുമാർ, കണ്ണനൂർ സ്വദേശി അബ്ദുൾ നിയാസ് എന്നിവർ. മയക്കുമരുന്നടിച്ച് കൊലവിളി മുഴക്കുന്ന യുവാവ്, വാഹനങ്ങൾ തല്ലിത്തകർത്ത് പരാക്രമം. തൃപ്പൂണിത്തുറ തിരുവാങ്കുളം ജംഗ്ഷനിൽ ഒരു ചെറുപ്പക്കാരൻ വടി കയ്യിൽ പിടിച്ച് കാട്ടിക്കൂട്ടിയ അതിക്രമം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഇയാൾ തല്ലി തകർത്തത്. ആളുകൾക്ക് നേരെ അസഭ്യവർഷവും നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഒടുവിൽ പോലീസും നാട്ടുകാരും കമ്പും വടിയുമൊക്കെയായി സംഘടിച്ചെത്തിയതോടെ അവർക്ക് മുന്നിൽ യുവാവിന്റെ കീഴടങ്ങൽ. ഇത് മദ്യലഹരിയിൽ നടത്തിയ പരാക്രമമല്ല, മാനസിക വിഭ്രാന്തിയുള്ള യുവാവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് കാരണം ഇവിടെ കുറെ നിരപരാധികൾക്കാണ് നഷ്ടം സംഭവിച്ചത്.
അതേക്കുറിച്ച് പോലീസിനും അധികാരികൾക്കും മറുപടിയില്ല എന്നതാണ് കഷ്ടം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.